ദിവസം എത്ര ആക്സിഡന്റ്സ് ആണ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്ന് അറിയാമോ? പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് ആക്സിഡന്റ് പറ്റുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ഒരു വേദന, അതാ അതിന്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. Hey guys, what is up? എല്ലാവർക്കും സുഖമല്ലേ? Anyway, we are not at all fine guys. വേറൊന്നുമല്ല, അമ്മേനെ വണ്ടി ഇടിച്ചെന്ന്. അപ്പൊ ഗൈസ് 2-3 ദിവസമായിട്ട് ഞാനാണെങ്കിൽ വീട്ടിലില്ലായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഒരു റിലേറ്റീവിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്ന് അമൃത ഹോസ്പിറ്റലിൽ എറണാകുളം വരെ പോയിരിക്കുവായിരുന്നു കേട്ടോ. അതിനുശേഷം അവിടുന്ന് നേരെ കൊരട്ടിയിലോട്ട് പോയി. എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം, എന്റെ കസിന് ഒരു എക്സാം ഉണ്ടായിരുന്നു കൊരട്ടിയില്. അവൾക്ക് നമ്മുടെ മറ്റേ സ്പീച്ച് തെറാപ്പി മൈസൂരിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എക്സാം ഗവൺമെന്റ് ഒക്കെ നടത്തുന്നതൊക്കെ ആയിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയായിരുന്നു. പക്ഷെ അതിന്റെ തലേദിവസം ഞങ്ങൾ ദൃശ്യം 3 ഒക്കെ കണ്ടായിരുന്നു. നല്ല പടമായിരുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം എക്സാമും അടിപൊളിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ചേട്ടന്റെ കോളായിരുന്നു. പെട്ടെന്ന് നീ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാ, അമ്മേനെ വണ്ടി ഒന്ന് തട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഒരു നിമിഷത്തേക്ക് ബ്ലാങ്ക് ആയി പോയേ. എന്ത് വണ്ടി തട്ടിയെന്ന് എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറയണ ഒരു വാഗനാർ വന്ന് തട്ടി, നീ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. പ്രൊവിഡൻസ് എന്ന് പറഞ്ഞ അടുത്തുള്ള ഹോസ്പിറ്റലാണ്. അങ്ങോട്ട് ഞാൻ നേരെ പോയി കേട്ടോ. എനിക്കാണെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് തന്നെ എനിക്ക് റിലേ കിട്ടുന്നില്ലായിരുന്നു. കാരണം ഒരു കാറ് വന്ന് അമ്മേനൊക്കെ ഇടിച്ച് പോണ വഴിക്ക് അമ്മയുടെ സ്കൂട്ടി ഞാൻ കണ്ടിരുന്നത് മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുവായിരുന്നു. സൈഡൊക്കെ ഇങ്ങനെ ചളങ്ങിയിരിക്കുവായിരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡായി നേരെ ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അവിടെ ഉണ്ട്, ഏതാണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് ആ റെസിപ്റ്റുമായിട്ട് വരുവാണ്. അമ്മയാണെങ്കിൽ CT സ്കാനിന് കയറ്റിയായിരുന്നു. ഞാനാണെങ്കിൽ അച്ഛൻ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ കൂളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അച്ഛൻ എന്നിട്ട് ഇടിച്ച വണ്ടിയുടെ ഫോട്ടോ കാണിച്ചു. എന്റെ ഗൈസ്, ആ വണ്ടിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കേട്ടോ. കാരണം ഗൈസ്, ആ വണ്ടിയുടെ ഗ്ലാസ് ഉണ്ടല്ലോ, ഫ്രണ്ട് ഗ്ലാസ് നല്ലപോലെ അങ്ങ് ക്രാക്ക് ആയിട്ടിരിക്കുവോ, നല്ലപോലെ ഇടി കിട്ടുമ്പോൾ ഉള്ള പൊളിച്ചില്ലേ, അങ്ങനെ തന്നെ ഇരിക്കുവാണെന്ന്. അച്ഛമ്മയുടെ കുഴപ്പമൊന്നും ഇല്ല, സ്കാനിങ്ങിന് കയറ്റിയിരിക്കുക, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അമ്മേനെ ഒരു വീൽ ചെയറിൽ കൊണ്ടുവരുക. പക്ഷെ എന്തോ ഒരു ഭയങ്കര മിറാക്കിള്, എന്തോ ഭാഗ്യം അമ്മയുടെ കൂട്ടത്തിലുണ്ട്. കാരണം അമ്മനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വണ്ടി ഇടിച്ച് അത്ര ഒരു ഇടി കിട്ടിയിട്ട് വരുവാണെന്ന് തോന്നത്തില്ല. ഭാഗ്യം കൊണ്ട് കൈയും കാലം ഓടിവേ, അതല്ല തല പൊട്ടുകയോ ഒന്നും ചെയ്തില്ല. വേറെ നല്ല ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യം ഹെൽമെറ്റ് വെച്ചു, കാരണം തലയും കണ്ടു പോയാണ് ആ ചില്ലായിട്ട് ഇടിച്ച് ഹെൽമെറ്റുമായിട്ട്. എന്നിട്ടാണ് താഴത്തോട്ട് 2-3 റൗണ്ട് ഇടിച്ച് താഴത്തോട്ട് അമ്മ വീണത്. എന്നിട്ടും അമ്മയുടെ ഫേസിനാണെങ്കിലും കൈ ഓടിയോ അങ്ങനെയൊന്നും ഇല്ല. അതല്ല ഫേസിന് ഒന്നും കാഴ്ചയിൽ പെട്ടെന്ന് വണ്ടി ഇടിച്ചതൊന്നും തോന്നുന്നില്ലെന്നേ. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ കണ്ടപ്പോ എനിക്ക് ഇത്തിരി ആശ്വാസമായി സത്യം. അതിനുശേഷം ഒബ്സർവേഷനിൽ ഇരിക്കുവായിരുന്നു കാര്യം ഒരു 1-2 മണിക്കൂർ. കാരണം എന്തോ റിപ്പോർട്ട് കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ റിപ്പോർട്ടിനകത്തായിട്ട് നോക്കിയിട്ടാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്തോ ഭയങ്കര ഭാഗ്യം. അമ്മ പറയുന്നത് എന്തോ അമ്പലത്തിന്റെ വാതിക്കാണ് വീണത്, അതുകൊണ്ട് ദൈവം രക്ഷിച്ചെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എന്താണെങ്കിലും കുഴപ്പമില്ല, എന്റെ മമ്മിക്കൊന്നും പറ്റിയില്ല. എന്റെ മമ്മിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എനിക്കറിയത്തില്ല, എന്തായാലും ഭാഗ്യം നമുക്കൊന്നും പറ്റിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയായിട്ട് ടെൻഷൻ അടിക്കുന്നത്. കാരണം എനിക്കൊക്കെ വല്ല പറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര ഒരു ടെൻഷനും വേദനയും ഭയങ്കര പേടി വരും കൈസ് നമുക്ക്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ആദ്യമായിട്ട് അടുത്തറിയുമായിരുന്നു എന്റെ ലൈഫിൽ. അമ്മ ശരിക്കും എന്ത് പറ്റിയതായിരുന്നു? ഞാൻ അവിടെ ക്ലിനിക്കിൽ നിന്ന് വരുമ്പോഴേ ഇപ്പൊ 8 മണിയൊക്കെ കഴിഞ്ഞ്, അന്നേരം അവിടെ പിന്നെ ഞാൻ പടിഞ്ഞാറുന്ന് വന്ന് മാർക്കറ്റിൽ കൂടെ കയറിയിട്ട് വീട്ടിൽ പോരാന്നും പറഞ്ഞിട്ടായിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും ഞാൻ വടക്കോട്ട് നോക്കിയപ്പോഴേക്കും പിന്നെ അങ്ങുന്ന കാർ വരുന്നത്. പക്ഷെ ഞാൻ അങ്ങോട്ട് ചെന്ന് 1/4 ഭാഗവും കഴിഞ്ഞ് സർവീസ് റോഡിലോട്ട് കയറി. ഈ മെയിൻ റോഡ് 1/4 ഭാഗം കഴിഞ്ഞ് സർവീസ് റോഡിലോട്ട് ഞാൻ കയറിയപ്പോൾ പെട്ടെന്ന് എന്റെ പുറകിൽ വന്ന്, ഞാനിങ്ങനെ വെട്ടം മാത്രമേ കാണുന്നുള്ളൂ, ഇടിച്ചു കഴിഞ്ഞു. പിന്നൊന്നും എനിക്കറിയാൻ എനിക്കിപ്പോഴും ഓർമ്മയൊന്നും ഇല്ല. എല്ലാവരും പറയണേ ഞാൻ തെറിച്ച് ചെന്ന കാറിൽ നിന്ന് തെറിച്ച് താഴത്ത് വീണ് എന്നൊക്കെ പറയുന്നു. എന്തോ അയ്യപ്പന്റെ വാതുക്കലായത് കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് വേറെ ഒടിവ പിന്നെ പൊട്ടല ഒന്നും ഉണ്ടായില്ല. പക്ഷെ എന്റെ പെടലിയൊന്നും എനിക്കിപ്പോ തിരിക്കാൻ പറ്റില്ല. ശരീരമൊക്കെ മൊത്തം നീര്, മേലൊക്കെ മൊത്തം ഇങ്ങനെ ഇതാണ് ഒരഞ്ഞ റോഡിലൊക്കെ വീണില്ലേ, അതിൻ്റെതായിരിക്കും. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പെടലി ഇപ്പൊ അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിക്കാൻ പറ്റത്തില്ല. ഞാനോടത്ത് ഇടിച്ച് കുറെ നേരത്തേക്ക് എന്റെ ഈ പറഞ്ഞ പോലെ എന്റെ സ്വബോധമൊന്നും ഇല്ല. എനിക്ക് ഇടിച്ചതാ വീണതാ ഒന്നും ഇപ്പോഴും എത്ര ഓർത്ത് നോക്കാൻ പറ്റിയിട്ടും പറ്റുന്നില്ല. എല്ലാരും കണ്ടിരുന്നവര് പറയുന്നതാണ് ഞാൻ ഇടിച്ചു എന്ന് കോറേച്ചെന്ന്. കാറിന്റെ ചില്ലൊക്കെ ഇങ്ങനെ തകർന്ന് ഉള്ളിലോട്ടിരിക്കെ അതേ ചെന്ന് എന്റെ തല ഇടിച്ച്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ. ഹെൽമെറ്റ് ഊരി പോയിട്ടില്ലായിരുന്നു എൻ്റെ തലേന്ന്. ചെന്ന് എൻ്റെ തലയാണ് അതിലോട്ട് ഇടിച്ച് കയറി. എന്നിട്ട് അവിടുന്ന് ബോണറ്റെ വന്ന് വീണ്, ബോണറ്റേന്ന് തെറിച്ച് റോഡിലോട്ട് വീണെന്ന് പറഞ്ഞു. ഇപ്പോഴും വീണതും എടുത്തോ ഒന്നും എനിക്ക് എത്ര ആലോചിച്ചിട്ടും അത് സത്യം എനിക്ക് അറിയാൻ പറ്റും. അതിനിടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും ആരോ വന്ന് ചോദിക്കണം, സഞ്ജുട്ടൊക്കെയുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ ആണെന്ന് പറഞ്ഞു. എന്നെ പിന്നെ പിടിച്ച് എനിക്ക് അറിയാമല്ലോ. ഞാനോർത്ത് എൻ്റെ പണി തീർന്നെന്ന. അത് സത്യമായിട്ടും ആ ഇടി അത്രയ്ക്ക് എൻ്റെ വണ്ടീനി ഒരു കാശിനും പുള്ളി അടമാങ്ങ പോലിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനോർത്ത് എൻ്റെ പണി അന്നേരേ തീർന്നു.
എന്നാ വിചാരിച്ചത്. പക്ഷെ എനിക്കൊന്നും പറയാം, എനിക്ക് പ്രത്യേകിച്ച് വേറെ ഈ സാധാരണ ഇടിയുടെ അങ്ങനെയുള്ള പ്രശ്നവും തോന്നി. എന്തുകൊണ്ടാണ് ഇനി പുറകെ വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ സൂപ്പർമാൻ കുടുംബത്തിലെ ലിറ്ററലി ഞാൻ ചുമ്മാ പറയൂല, സൂപ്പർമാൻ്റെ ഒക്കെ ഇതൊക്കെ കണ്ടില്ല, വണ്ടി ഒന്ന് ഇടിച്ച് എന്നിട്ട് കൂളായിട്ട് എഴുന്നേറ്റ് വരിക. അതേപോലെയാണ് അമ്മേനെ നല്ല ഇടിയാ ഇടിച്ചത്. ഇവിടെയുള്ള നാട്ടുകാർ മൊത്തം ഇല്ലേ എന്നെ ഫോൺ വിളിച്ചു ഇവിടെ എന്ത് പറ്റിയോ വണ്ടിയുടെ ഇത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഗൈസ് ആരാണെങ്കിലും അങ്ങനെ പോകത്തുള്ളൂ. പക്ഷെ ഞാൻ അമ്മേനെ അവിടെ ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായി. ഞാൻ നോക്കുമ്പോ ഗൈസ് മിറാക്കിൾ സ്കാൻ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലെന്നേ. അമ്മയാണ് വണ്ടിയുടെ ചില്ല ഇടിച്ച് ചില്ലും പൊളിച്ചിട്ട് റോഡൊക്കെ കിടന്ന. കാരണം അമ്മയുടെ സ്കൂട്ടിയുടെ ഒക്കെ അവസ്ഥ കാണണം. എന്നിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കണതന്നെ ഭയങ്കര ഭാഗ്യാണ് കേട്ടോ. എന്താടാ ഞാൻ ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ലേ? നല്ല ഭാഗ്യം, നല്ലതാണ്. അതാ പറഞ്ഞത്, സൂപ്പർ ഗേൾ ആണ് അമ്മ, സൂപ്പർ ഗേൾ, സൂപ്പർ വുമൺ. ഈ ഹൈവേ പണി നടക്കുന്ന പറഞ്ഞാൽ ഇന്നും ഒരു ആക്സിഡന്റ് ആയി. ഞാൻ എന്നെ ഇടിച്ച സെയിം സ്ഥലത്ത് അച്ഛൻ ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുക്കനെ ഇടിച്ചിട്ട് അതിന്റെ കാലൊക്കെ ഒടിഞ്ഞു പോയിരുന്നു. എന്റെ ഭയങ്കര ഇടിയായിരുന്നു. എന്നിട്ട് എനിക്ക് ദൈവം ഈശ്വര അയ്യപ്പന്റെ വാതുക്കലായതുകൊണ്ട് ഞാൻ എന്നും അയ്യപ്പനെ വിചാരിച്ചോണ്ട് ഞങ്ങൾ എന്നും അയ്യപ്പനെ കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് കുഴപ്പമൊന്നും വന്നില്ല. ആ ചെറുക്കന്റെ കാലൊക്കെ ഒടിഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞു. ബോസ് അവിടെ ആക്സിഡന്റ്. ആ 4 റോഡ് ഇപ്പൊ തുറന്നു കൊടുത്തിരിക്കുക. എന്നിട്ട് നമ്മൾ എത്ര നോക്കിയാലും നമുക്ക് അപ്പുറത്തോട്ട് കടക്കണ്ടേ. തെക്കുന്ന് വരുന്നത് നോക്കി നിന്നിട്ട് അത് പോയി കഴിഞ്ഞപ്പോ ഞാൻ അപ്പുറത്തോട്ട് കടന്ന് വടക്കുന്ന് നോക്കിയിട്ട് എന്നിട്ട് ഞാൻ എന്റെ ഭാഗം 99% ക്ലിയർ ആയ എന്നിട്ട് പോലുമാണ് എന്റെ വണ്ടിയെ വന്ന് ഇടിച്ചത്. ഇപ്പൊ എത്ര ശ്രദ്ധിച്ചാലും ഈ റോഡ് ഭയങ്കര പ്രശ്നം. അവിടെ ചെറിയ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു വേണം. അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓപ്പൺ ആക്കി. പിന്നെ അവിടെ സിഗ്നലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് തന്നെ അതിന്റെ മേജർ വെട്ടം പോലും ഇല്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ അവിടെ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നടക്കുക. പിന്നെ പറയാനുള്ളത് മറ്റേ അതോറിറ്റീസിനോടാണ്. അതായത് ഇപ്പൊ 2 വണ്ടി അവിടെ എത്രത്തോളം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ നടന്നാലും അവരവരുടെ പ്രയോറിറ്റി നോക്കി പോകാൻ നോക്കിയാലും ആക്സിഡൻസ് ഉണ്ടാവും. എന്തുകൊണ്ടെന്നാൽ പ്രോപ്പറായിട്ട് സൈൻ ബോർഡ്സ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ അവിടെ ഈ സന്ധ്യ സമയത്ത് രാത്രിയൊന്നും അവിടെ ലൈറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഈ സ്ഥലം മാത്രമല്ല, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇങ്ങനെ വർക്ക് നടക്കുന്ന എല്ലായിടത്തും പ്രോപ്പറായിട്ടൊരു സേഫ്റ്റി സൈൻ ബോർഡ്സ് എല്ലാവർക്കും വേണം. അതുപോലെ ആൾക്കാർ അത് പാലിച്ചു പോകാൻ നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ പോയല്ലായിരുന്നു. ആ വണ്ടി ഇടിച്ച് പുള്ളി ഉണ്ടല്ലോ, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഷോക ആറ്റിറ്റ്യൂഡ്. കൈയൊടിഞ്ഞ് കിടക്കണവൻ വരെ കൈപൊക്കി അവന്റെ ചെവിക്കിലടിക്കും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം എൻ്റെ അമ്മേനെ വണ്ടി ഇടിച്ചിട്ട് പുള്ളി പറയാ ഞങ്ങളുടെ വണ്ടിക്ക് 50-60 രൂപയുടെ പണിയുണ്ട് ചില്ലുപൊട്ടി. എന്നിട്ട് ആ പൈസ തരണമെന്ന്. ഇവിടെ ഒരാളുടെ ജീവൻ പോയാൽ ഇല്ലെന്ന് പോലും അങ്ങനെ വിളിച്ച് തിരക്കിയ പോലും ഇല്ല. ഫോൺ വിളിച്ചു പോലും തിരക്കില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോലും വന്നില്ല. എന്നിട്ട് പറയാം വണ്ടിയുടെ പൈസ കൊടുക്കണം. എന്ത് കോപ്പിലെ സംസാരമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ സ്റ്റേഷനിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കോംപ്രമൈസ് ആയി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ വണ്ടിയൊക്കെ എടുത്തോണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം ഇനി ക്ലെയിമിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം 2 കൂട്ടരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലും ഞാൻ പറയോ ഇതൊക്കെ എന്ത് ആറ്റിറ്റ്യൂഡാണ് അങ്ങേറെ എന്ന് പറഞ്ഞാൽ. അങ്ങേറെ ഇപ്പൊ അച്ഛനെ അമ്മേനെ വല്ലവരും വണ്ടി ഇടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ പെടലടിച്ചിരിക്കാനേ തോന്നത്തുള്ളൂ ആർക്കാണെങ്കിലും. അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല, അത് മാറ്റണം. വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ പുതിയ വണ്ടി വാങ്ങാം. ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ തിരിച്ചൊന്നും കിട്ടത്തൊന്നുമില്ല. എന്തായാലും കൈസ് അമ്മയുടെ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് ഭയങ്കര ഗുരുതരമായിട്ടുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതെന്തായാലും ഭാഗ്യമായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പെടലിയുടെ അവിടെ നല്ല ഇടർച്ചയുണ്ട്, അവിടെ വേദനയുണ്ട്. പക്ഷെ ആര് ഇടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും പേടിച്ചു പോകുന്നത്. അപ്പൊ എന്തായാലും ഭാഗ്യം എന്റെ അമ്മയ്ക്കൊന്നും പറ്റിയില്ലെന്ന്. അപ്പൊ നിങ്ങളാണെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് ഓടിക്കണം. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് 2 വീലർ ഓടിക്കുന്ന ആൾക്കാർ വെച്ചേക്കണം കേട്ടോ. ഇപ്പൊ എന്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് വെച്ചോണ്ടാണ് ഒന്നും പറ്റാഞ്ഞത്. കാരണം തലയൊക്കെ പോയാണ് ആ ചില്ലായിട്ട് ഇടിച്ചത്. ഇപ്പൊ ഹെൽമെറ്റും കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ മസ്റ്റ് ആയിട്ട് എല്ലാവരും ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ വെക്കണം, ധരിക്കണം. അതുപോലെ തന്നെ കാറ് ഓടിക്കുന്നവരും പ്രോപ്പറായിട്ട് എല്ലാ റൂൾസും പാലിച്ച്, അതുപോലെ തന്നെ ഈ 2 വീലർ ഓടിക്കുന്ന ആൾക്കാർക്കും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസും ഒക്കെ കൊടുത്ത് നൈസായിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. ജീവനാണ്. വണ്ടിയൊക്കെ പിന്നെ നമുക്ക് വാങ്ങാം, റെഡിയാക്കി എടുക്കാം, എല്ലാം പറ്റും. പക്ഷെ ജീവൻ അങ്ങനെയല്ല, തിരിച്ച് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. Everybody be careful. Try driving. Stay safe.